ഓം ശാന്തി 8/6/2025 അവ്യക്ത ബാപ്ദാദ റിവൈസ് കോഴ്സ് 15/11/2005. മുരളിയുടെ ടൈറ്റിലാണ് സത്യമായ ഹൃദയത്തോടെ ബാബയുടെയും പരിവാരത്തിന്റെയും സ്നേഹിയായി പരിശ്രമത്തിൽ നിന്ന് മുക്തമാകുന്നതിന്റെ പ്രതിജ്ഞ ചെയ്യൂ, പ്രയോജനം നേടൂ. ഇന്ന് ബാപ്ദാദ തന്റെ 4 ഭാഗത്തുമുള്ള ശ്രേഷ്ഠ സ്വരാജ്യ അധികാരികളും സ്വമാനധാരികളുമായ കുട്ടികളെ കാണുകയാണ്. ബാബ കുട്ടികൾക്ക് തന്റേതിനേക്കാൾ ഉയർന്ന സ്വമാനം തന്നിരിക്കുകയാണ്. ഓരോ കുട്ടികളെയും കാലിൽ വീഴുന്നതിൽ നിന്ന് മോചിതരാക്കി തലയിലെ കിരീടമാക്കി മാറ്റി. സദാ സ്വയത്തെ പ്രിയപ്പെട്ട കുട്ടികളുടെ സേവാധാരി എന്നാണ് പറയുന്നത്. ഇത്രയ്ക്ക് വലിയ അധികാരത്തിന്റെ സ്വമാനമാണ് കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത്. ഓരോരുത്തരും സ്വയം ഇത്രയും സ്വമാനധാരിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? എന്താണ് സ്വമാനധാരികളുടെ പ്രത്യേക ലക്ഷണങ്ങൾ? എത്ര സ്വമാനധാരി ആകുന്നോ അത്രയും ബഹുമാനം നൽകുന്നവരായിരിക്കും. എത്ര സ്വമാനധാരിയാകുന്നുവോ അത്രയും വിനയമുള്ളവരാകും. സർവരുടെയും പ്രിയപ്പെട്ടവരായിരിക്കും. സ്വമാനധാരിയുടെ അടയാളം അവർ ബാബയുടെ പ്രിയപ്പെട്ടവർ ആകുന്നതിനോടൊപ്പം സർവർക്കും പ്രിയപ്പെട്ടവരാകും. പരിധിയുള്ള സ്നേഹികളല്ല, പരിധിയില്ലാത്ത സ്നേഹികൾ. ബാബ ഇതുപോലെ സർവർക്കും പ്രിയപ്പെട്ടതാണ്. ഒരു മാസമായ കുട്ടിയാണെങ്കിലും ആദിരത്നമാണെങ്കിലും ഓരോ കുട്ടിയും സമ്മതിക്കുന്നു, ഞാൻ ബാബയുടേതാണ്, ബാബ എന്റേതാണ്. ഇതാണ് സർവരുടെയും പ്രിയപ്പെട്ടവരാകുന്നതിന്റെയും ശ്രേഷ്ഠ സ്വമാനത്തിന്റെയും അടയാളം. ഇങ്ങനെയുള്ള കുട്ടികളാണ് ഫോളോ ഫാദർ ചെയ്യുന്നവർ. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെയും ഓരോ കുട്ടിക്കും ബാബ സ്വമാനം നൽകിയിട്ടുള്ളത് കാണാം. യുവാക്കൾക്ക് വിനാശകാരിയാകുന്നതിനു പകരം വിശ്വകല്യാണക്കാരി ആകുന്നതിനുള്ള സ്വമാനം തന്നു, മഹാൻ ആക്കി. പ്രവൃത്തിയിലിരിക്കുന്നവരെ മഹാത്മാക്കളാക്കി. പ്രവൃത്തിയിൽ ഇരുന്ന് ഉയർന്ന മനോഭാവമുള്ളവർ, ഏറ്റവും വലിയ ജഗത് ഗുരുവിനേക്കാൾ ഉയർന്നവർ, മഹാത്മാക്കളുടെയും ശിരസ് നമിപ്പിക്കുന്നവർ ആക്കി. കന്യകമാർക്ക് ശിവശക്തി സ്വരൂപത്തിന്റെ സ്വമാനം ഓർമ്മപ്പെടുത്തി തയ്യാറാക്കി. വൃദ്ധരായ കുട്ടികൾക്ക് ബ്രഹ്മബാബയുടെ കൂടെ അനുഭവിയുടെ സ്വമാനം നൽകി. ഇങ്ങനെയുള്ള സ്വമാനധാരികളായ കുട്ടികൾ ഓരോ ആത്മാക്കളെയും സ്വമാനത്തോടെ കാണും. കാണുക മാത്രമല്ല, സംബന്ധ സമ്പർക്കത്തിൽ വരുന്നതും സ്വമാനമാണ് ദേഹാഭിമാനത്തെ ഇല്ലാതാക്കുന്നത്. സ്വമാനം ഉള്ളയിടത്ത് ദേഹാഭിമാനം വരില്ല. ദേഹാഭിമാനം സമാപ്തമാക്കുന്നതിനുള്ള വളരെ സഹജ സാധനമാണ് സദാ സ്വമാനത്തിലിരിക്കുക. സദാ ഓരോരുത്തരെയും സ്വമാനത്തോടെ നോക്കുക. അത് കാലാൽ പടയാളി ആണെങ്കിലും 16,000ന്റെ മാലയിലെ അവസാന സംഖ്യ ആണെങ്കിലും അവസാനത്തെ സംഖ്യയ്ക്കും ബാബ് ദാദയിലൂടെ ഏതെങ്കിലുമൊക്കെ വിശേഷത ഉണ്ട്. സ്വമാനധാരി വിശേഷതയെ കണ്ട് സ്വമാനം കൊടുക്കുന്നു. അവരുടെ ദൃഷ്ടിയിലും വൃത്തിയിലും കർമ്മത്തിലും ഓരോരുത്തരുടെയും വിശേഷത അടങ്ങിയിരിക്കും. ആരെല്ലാം ബാബയുടേതായോ എല്ലാവരും വിശേഷ ആത്മാക്കളാണ്. സംഖ്യാക്രമമനുസരിച്ചാണ് എങ്കിലും ലോകത്തിൽ കോടിയിൽ കുറച്ചുപേരാണ്. സ്വയം അങ്ങനെയുള്ള വിശേഷ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? സ്വമാനത്തിൽ സ്ഥിതി ചെയ്യണം. ദേഹാഭിമാനത്തിൽ വരരുത്. സ്വമാനത്തിൽ ഇരിക്കണം. ബാബയ്ക്ക് ഓരോ കുട്ടിയോടും സ്നേഹമുള്ളത് എന്തുകൊണ്ടാണ്?
കാരണം ബാബയ്ക്കറിയാം എന്നെ തിരിച്ചറിഞ്ഞ് എന്റേതായവരാണ്. ഇന്ന് ഈ മേളയിൽ ആദ്യത്തെ തവണയാണ് വന്നിരിക്കുന്നത്. എന്നിട്ടും ബാബ എന്ന് വിളിച്ചു എങ്കിൽ ബാബയുടെ സ്നേഹത്തിന് അർഹരാണ്. ബാബ്ദാദയ്ക്ക് നാനാഭാഗത്തുമുള്ള എല്ലാ കുട്ടികളും ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതുപോലെ ഫോളോ ഫാദർ ചെയ്യണം. ആരും അപ്രിയർ അല്ല, എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ഏതെല്ലാം കുട്ടികളാണോ എന്റെ ബാബ എന്ന് പറയുന്നത്, അവർക്ക് എന്റേതെന്ന തോന്നൽ എവിടുന്ന് വന്നു? സ്നേഹം കാരണം. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം സ്നേഹം കാരണമാണ് ബാബയുടേത് ആയത്. ബാബയുടെ സ്നേഹം കാന്തമാണ്. സ്നേഹത്തിന്റെ കാന്തത്തിലൂടെയാണ് ബാബയുടേതായത്. ഹൃദയപൂർവമുള്ള സ്നേഹം വാക്കിൽ മാത്രമുള്ള സ്നേഹമല്ല. ഹൃദയം കൊണ്ടുള്ള സ്നേഹം ഈ ബ്രാഹ്മണ ജീവിതത്തിന്റെ അടിത്തറയാണ്. എന്തുകൊണ്ടാണ് മിലനത്തിന് വരുന്നത്? സ്നേഹമാണ് ഇവിടെ എത്തിച്ചത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം വന്നെത്തിയത് എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്? സ്നേഹമാണ് ആകർഷിച്ചത്. എത്രമാത്രം സ്നേഹമാണ് ഉള്ളത്? 100% അതോ കുറവാണോ? സ്നേഹത്തിൽ ഞങ്ങൾ 100% കരുതുന്നവർ കൈ ഉയർത്തു. സ്നേഹത്തിൽ 100% ചെറുതായി പോലും കുറവില്ലല്ലോ. ശരി, എങ്കിൽ ഇത്രയ്ക്ക് സ്നേഹം ബ്രാഹ്മണർക്ക് പരസ്പരമുണ്ടോ? ഇതിൽ കൈ ഉയർത്തിക്കട്ടെ. ഇതിൽ ശതമാനമുണ്ട്. ബാബയ്ക്ക് ഏതുപോലെ എല്ലാവരോടും സ്നേഹമുണ്ട്, അതുപോലെ കുട്ടികൾക്കും സർവരോടും സ്നേഹം വേണം. സർവരുടെയും സ്നേഹി. അന്യരുടെ കുറവുകൾ കാണരുത്. ഒരാൾ ഏതെങ്കിലും സംസ്കാരത്തിന് വശപ്പെട്ടിരുന്നാൽ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്? വശീഭൂതമായവരെയാണോ? നിങ്ങൾ വശീകരണ മന്ത്രം കൊടുക്കുന്നവർ ആണ്. വശീഭൂതരെ മോചിപ്പിക്കുന്നതിനുള്ള മന്ത്രം മോചിപ്പിക്കുന്നവരല്ലേ? അതോ നോക്കി നിൽക്കുന്നവർ ആണോ? കാണുന്നുണ്ടോ? ഏതെങ്കിലും മോശം കാര്യം കണ്ടാലും എന്താണ് ചെയ്യുന്നത്? നോക്കി നിൽക്കുമോ? ഒഴിഞ്ഞു മാറി പോകുമോ? ആരാണോ ഹൃദയപൂർവം സ്നേഹിക്കുന്നവർ, ബാബ്ദാദയുടെ ഹൃദയത്തിലെ സ്നേഹികളായവർ, തീർച്ചയായും സർവരുടെയും സ്നേഹിയായിരിക്കും. സമ്പന്നവും സമ്പൂർണവും ആകുന്നതിനുള്ള സഹജവിധിയാണ് ഹൃദയപൂർവമായ സ്നേഹം. ഒരാൾ എത്ര ജ്ഞാനിയായിരുന്നാലും ഹൃദയം കൊണ്ടുള്ള സ്നേഹം ഇല്ലെങ്കിൽ ബ്രാഹ്മണ ജീവിതം ആനന്ദകരമാവില്ല, വരണ്ട ജീവിതമാകും. സ്നേഹമില്ലാതെ ജ്ഞാനം മാത്രമാണെങ്കിൽ ജ്ഞാനത്തിൽ ചോദ്യങ്ങൾ വരും. എന്ത്, എന്തുകൊണ്ട്? എന്നാൽ ജ്ഞാനത്തോടെയുള്ള സ്നേഹമാണെങ്കിൽ സ്നേഹി സദാ സ്നേഹത്തിൽ ലവ്ലീനമായിരിക്കും. സ്നേഹിക്ക് ഓർമ്മിക്കാൻ പരിശ്രമിക്കേണ്ടി വരില്ല. ജ്ഞാനി മാത്രമാണ് സ്നേഹമില്ല എങ്കിൽ പരിശ്രമിക്കേണ്ടി വരും. അവർ പരിശ്രമത്തിന്റെ ഫലം കഴിക്കുന്നു. ഇവർ സ്നേഹത്തിന്റെ ഫലം കഴിക്കുന്നു. ജ്ഞാനം ബീജമാണ്, എന്നാൽ സ്നേഹമാണ് ജലം. ബീജത്തിന് സ്നേഹമാകുന്ന ജലം കിട്ടിയില്ലെങ്കിൽ ഫലം ഉണ്ടാകില്ല. ഇന്ന് ബാബ്ദാദ സർവ കുട്ടികളുടെയും ഹൃദയത്തിന്റെ സ്നേഹം പരിശോധിക്കുകയായിരുന്നു. അത് ബാബയോടാണെങ്കിലും മറ്റുള്ളവരോട് ആയാലും. നിങ്ങളെല്ലാവരും സ്വയം എന്താണ് കരുതുന്നത്? സ്നേഹികളാണോ? ഹൃദയം കൊണ്ട് സ്നേഹമുള്ളവരാണ് എന്ന് കരുതുന്നെങ്കിൽ കൈ ഉയർത്തൂ. ബ്രാക്കറ്റിൽ കൂടുതൽ പേരും കൈ ഉയർത്തി. ശരി, സർവരുടെയും സ്നേഹി. ബാബയുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹമുള്ളവരാണ്. സർവരുടെയും സ്നേഹിയാണോ? സർവരുടെയും. ഓരോരുത്തരും ഇവരെന്റെ സഹോദരീ സഹോദരന്മാരാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഓരോരുത്തരും ഇവർ എന്റേതാണ്
എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? ചിലർ മാത്രമാണ് എന്നാണോ കരുതുന്നത്? ബാബയോടുള്ള സ്നേഹത്തിൽ എല്ലാവരും കൈ ഉയർത്തുന്നത് പോലെ ബാബയുടെ സ്നേഹികൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയും കൈ ഉയർത്തുമോ? അതെ, ഇവർ സർവരുടെയും സ്നേഹികളാണ്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടുമോ? ബാബ് ദാദ മുൻപും പറഞ്ഞിട്ടുണ്ട്, ബാബയിൽ നിന്ന് മാത്രമല്ല സർട്ടിഫിക്കറ്റ് വേണ്ടത്, ബ്രാഹ്മണ പരിവാരത്തിന്റെയും വേണം. കാരണം ബാബ ഈ സമയത്ത് ധർമ്മവും രാജ്യവും രണ്ടും ഒരുമിച്ച് സ്ഥാപിക്കുകയാണ്. രാജ്യത്തിൽ ബാബ മാത്രം ഉണ്ടാവില്ല, പരിവാരം ഉണ്ടാകും. ബാബയ്ക്ക് പ്രിയപ്പെട്ടവർ പരിവാരത്തിനും പ്രിയപ്പെട്ടവരാകും. ജ്ഞാനിയാകുന്നതിന് ഒപ്പം സ്നേഹിയും ആകേണ്ടത് ആവശ്യമാണ്. സ്വമാനത്തിൽ ഇരിക്കുകയും വേണം, ബഹുമാനവും കൊടുക്കണം. ഇത് രണ്ടും ആവശ്യമാണ്. ബ്രാഹ്മണ ജന്മം എടുത്തപ്പോൾ തന്നെ ബാബ് ദാദ ഓരോ കുട്ടികൾക്കും ബഹുമാനം നൽകി. അതാണ് ഉയർന്നവരായത്. ഈ ഒരു ജന്മത്തിൽ ബഹുമാനം കൊടുക്കുമ്പോൾ മുഴുവൻ കൽപ്പത്തിലും അതിന്റെ പ്രാപ്തിയായി ബഹുമാനം ലഭിക്കും. പകുതി കൽപ്പം രാജ്യാധികാരിയായി ബഹുമാനം നേടുന്നു. പകുതി കൽപ്പം ഭക്തിയിൽ ഭക്തരിലൂടെയും ബഹുമാനം കിട്ടുന്നു. മുഴുവൻ കൽപ്പത്തിനും ആധാരമാകുന്നത് ഈ ഒരു ജന്മത്തിൽ ബഹുമാനം കൊടുക്കുകയും എടുക്കുകയും ചെയ്യുന്നതാണ്. നാനാഭാഗത്തും ബാബ് ദാദ ഇപ്പോൾ കാണുന്നുണ്ട്. വിദേശത്ത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ രാത്രിയാണ്. ചില സ്ഥലങ്ങളിൽ പകലാണ് മിലനം നടത്തുന്നത്. നല്ല പുരുഷാർത്ഥത്തിന്റെ ഗതി വേഗമാക്കുന്നതിനും നിങ്ങൾക്ക് നല്ല ദാദിയെ, അതായത് ജാനകി ദാദിയെയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയല്ലേ? ചെറിയ മാറ്റം കാണുമ്പോൾ ഉടൻ തന്നെ ക്ലാസുകൾ എടുക്കും. വിദേശിയായാലും ഇവിടെയുള്ളവരായാലും ഏതെങ്കിലും കുട്ടികൾക്ക് ഒരു വിഷയത്തിലെങ്കിലും പരിശ്രമം തോന്നിയാൽ അതിനുള്ള കാരണമാണ് ഹൃദയത്തിൽ നിന്നുമുള്ള സ്നേഹത്തിന്റെ കുറവ്. സ്നേഹമെന്നാൽ ലവലീനമാകുക. ഓർമ്മിക്കേണ്ട ആവശ്യമില്ല, മറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പരിശ്രമിക്കേണ്ടി വരുമ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം പരിശോധിച്ചു നോക്കണം. ചോർച്ച എവിടെയും ഇല്ലല്ലോ. ഏതെങ്കിലും വ്യക്തിയോടുള്ള അടുപ്പം വ്യക്തിയുടെ വിശേഷതയോട് ആകാം. ചിലപ്പോൾ ഏതെങ്കിലും വസ്തുക്കളോട്, സഹായങ്ങളോട്, അമിതമായ സഹായങ്ങൾ, നിയമാനുസൃതമായ സഹായം ശരിയാണ്. എന്നാൽ അമിതമായ സഹായത്തിൽ സ്നേഹമുണ്ടാകും, അടുപ്പമുണ്ടാകും. ഈ സഹായം ഓർമ്മ വന്നുകൊണ്ടിരിക്കും. അതിന്റെ അടയാളമാണ്. ചോർച്ച എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സദാ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ സന്തുഷ്ടതയുടെ അനുഭവം ഉണ്ടാകില്ല. ഏതെങ്കിലുമൊക്കെ കാരണവശാൽ അസന്തുഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കും. എവിടെ സന്തുഷ്ടതയുണ്ടോ അതിന്റെ അടയാളമാണ് സദാ പ്രസന്നത ഉണ്ടാകും. ആത്മീയ റോസാപ്പൂവ് പോലെ സദാ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും, വിടർന്നിരിക്കും. മൂഡ് ഓഫ് ആകില്ല, സദാ ഡബിൾ ലൈറ്റ് ആയിരിക്കും. മനസ്സിലായോ? അതിനാൽ ഇപ്പോൾ പരിശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടൂ. ബാബ് ദാദയ്ക്ക് കുട്ടികൾ പരിശ്രമിക്കുന്നത് ഇഷ്ടമല്ല. പകുതി കൽപ്പം പ്രയത്നിച്ചു. ഇപ്പോൾ ആഹ്ലാദിക്കൂ. സ്നേഹത്തിൽ ലവലീനമായിരിക്കൂ. അനുഭവത്തിന്റെ മുത്തുകൾ ജ്ഞാനസാഗരന്റെ ആഴങ്ങളിൽ അനുഭവം ചെയ്യൂ. സാഗരത്തിൽ മുങ്ങിയിട്ട് ഉടൻ പൊങ്ങി വരരുത്. ലവലീനമായിരിക്കൂ. എല്ലാവരും പ്രതിജ്ഞ ചെയ്തതല്ലേ, കൂടെയിരിക്കും, കൂടെ പോകും. പ്രതിജ്ഞ ചെയ്തോ? കൂടെ വരുമോ അതോ പുറകെ വരുമോ? കൂടെ വരാൻ തയ്യാറായവർ കൈ ഉയർത്തൂ. തയ്യാറാണോ? ചിന്തിച്ചിട്ട് ഉയർത്തണം. തയ്യാറാണെങ്കിൽ ബാബയ്ക്ക് സമാനമാകണം. ആരെല്ലാം കൂടെ വരും?
സമാനമായവർ കൂടെ വരില്ലേ? എങ്കിൽ പോകാം. എവർ റെഡിയാണോ? മുൻപിലത്തെ വരിയിലുള്ളവർ എവർ റെഡി ആയോ? നാളെ പോകാൻ നിർദ്ദേശം തരാം. പോകാമോ? ശരി. പ്രവൃത്തി മാർഗത്തിലുള്ളവർ വരുമോ? മക്കളുടെ ഓർമ്മ വരുമോ? അമ്മമാർ പോരുമോ? അമ്മമാർ തയ്യാറായോ? ഒരു കാര്യവും ഓർമ്മ വരില്ലല്ലോ. ടീച്ചർമാർക്ക് സെന്റർ ഓർമ്മ വരുമോ? ജിജ്ഞാസുക്കളെ ഓർമ്മ വരുമോ? ഓർമ്മ വരില്ലല്ലോ. ശരി. എല്ലാവരും നിർമോഹികളായോ? എങ്കിൽ വളരെ നല്ല കാര്യമാണ്. പരിശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. സന്മുഖത്തുള്ളവരും ദൂരെ ഇരുന്നാലും ബാബയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നവരും എല്ലാവരെയും ഇന്ന് ബാബ്ദാദ പരിശ്രമത്തിൽ നിന്ന് മുക്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആകുമോ? കൈയടിച്ചു. ആകുമോ? നാളെ മുതൽ ആരും ദാദിമാരുടെ അടുത്തേക്ക് വരില്ലല്ലോ. പരിശ്രമം ചെയ്യുന്നില്ലല്ലോ. സന്തോഷത്തോടെയുള്ള കൂടിക്കാഴ്ചകൾ. സോൺ ഹെഡിന്റെ അടുത്ത് പരാതിയുമായി പോകില്ല. പൂർണമാകും. ശരിയല്ലേ? ഇപ്പോൾ കൈ ഉയർത്തൂ. നോക്കൂ, ചിന്തിച്ച് കൈ ഉയർത്തണം. വെറുതെ ഉയർത്തരുത്. പരാതികൾ ഒന്നും പാടില്ല. എന്റെ എന്റെ എന്നൊന്നുമില്ല. എന്റേത് ഒന്നുമില്ല. ഞാനുമില്ല. എന്റേതുമില്ല. അവസാനിച്ചു. പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ്. നല്ലതാണ്. ആശംസകൾ. പക്ഷെ പ്രതിജ്ഞയുടെ പ്രയോജനം എടുക്കുന്നില്ല. വളരെ വേഗം പ്രതിജ്ഞ എടുക്കും. നേട്ടമുണ്ടാക്കാനായി ദിവസവും. ഒന്ന് തിരിച്ചറിവ് വേണം. രണ്ടാമതായി റിവൈസ് ചെയ്യൂ. പ്രതിജ്ഞ ദിവസവും റിവൈസ് ചെയ്യണം. എന്ത് പ്രതിജ്ഞയാണ് ചെയ്തത്? അമൃതവേളയിൽ മിലനത്തിന് ശേഷം പ്രതിജ്ഞയും നേട്ടവും രണ്ടിന്റെയും ബാലൻസിന്റെ ചാർട്ട് ഉണ്ടാക്കൂ. എന്ത് പ്രതിജ്ഞയാണ് ചെയ്തത്? എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത്? തിരിച്ചറിയൂ. ആവർത്തിക്കൂ. സന്തുലനം ഉണ്ടാകുമ്പോൾ നേരെയാകും. ബാബ്ദാദയ്ക്കറിയാം, മീറ്റിംഗിൽ വന്നവർ പ്രതിജ്ഞ ചെയ്തു. ഏറ്റവും നല്ല പ്ലാനുകൾ ഉണ്ടാക്കുന്നത് ബാബ്ദാദ കണ്ടു. ബാബ്ദാദയ്ക്ക് ഇഷ്ടപ്പെട്ടു. ബാബ്ദാദ ആഗ്രഹിക്കുന്നത് എന്താണ്? ബാബ്ദാദ ആഗ്രഹിക്കുന്നത് ഒരു വാക്കാണ്. സഫലമാക്കൂ, സഫലമാകൂ. എന്തൊക്കെ ഖജനാവുകൾ ഉണ്ടോ? ശക്തികൾ, സങ്കല്പം, വാക്ക്, കർമ്മവും ശക്തിയാണ്. ഈ സമയവും ശക്തിയാണ്. ഖജനാവാണ്. എല്ലാം സഫലമാക്കണം. സ്ഥൂലധനമായാലും അലൗകിക ഖജനാവാണെങ്കിലും എല്ലാം സഫലമാക്കണം. സഫലതാമൂർത്തിയുടെ സർട്ടിഫിക്കറ്റ് നേടണം. സഫലമാക്കൂ, സഫലമാക്കിക്കൂ. ആരെങ്കിലും അസഫലമാക്കുന്നുണ്ടെങ്കിൽ വാക്കിന്റെ ശിക്ഷണങ്ങളിലൂടെ അല്ല, തന്റെ ശുഭഭാവനയോടെ ശുഭകാമനയും ശുഭ ബഹുമാനവും കൊടുക്കുന്നതിലൂടെ സഫലമാക്കിക്കൂ. കേവലം ശിക്ഷണം മാത്രമല്ല കൊടുക്കേണ്ടത്. ശിക്ഷണം കൊടുക്കണമെങ്കിൽ ക്ഷമയും ശിക്ഷണവും ഒരുമിച്ച് ക്ഷമാരൂപമായി ശിക്ഷണം കൊടുക്കൂ. കരുണയുള്ളവർ ആകൂ. ദയാഹൃദയരാകൂ. നിങ്ങളുടെ കരുണ നിറഞ്ഞ സ്വരൂപം തീർച്ചയായും ശിക്ഷണത്തിന് ഫലം കാണിക്കും. ഇപ്പോഴത്തെ ഡോക്ടർമാരും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കൂ. ആദ്യം മരവിപ്പിക്കുന്നു, എന്നിട്ട് മുറിക്കുന്നു. ആദ്യമേ മുറിക്കാറില്ല. സൂചി കുത്തിയാലും ആദ്യം മരവിപ്പിച്ചിട്ടാണ് കുത്തുന്നത്. നിങ്ങളും ആദ്യം കരുണ നിറഞ്ഞവരാകൂ. എന്നിട്ട് ശിക്ഷണം കൊടുത്താൽ പ്രഭാവമുണ്ടാകും. അല്ലെങ്കിൽ എന്താകും? നിങ്ങൾ ശിക്ഷണം കൊടുക്കുന്നതിന് മുൻപേ അവർ നിങ്ങളെക്കാൾ കൂടുതൽ ശിക്ഷകരാകും. ശിക്ഷകർ ശിക്ഷകരുടെ ശിക്ഷണത്തെ അനുസരിക്കില്ല. അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണം എന്ന പോയിന്റ് നിങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ
അവർക്ക് 10 പോയിന്റ് കാണും. അതുകൊണ്ട് ക്ഷമയും ശിക്ഷണവും ഒരുമിച്ച് വേണം. ഈ 70ാമത്തെ വർഷത്തേക്കുള്ള പ്രമേയമാണ് സഫലമാക്കൂ, സഫലമാക്കിക്കൂ. സഫലതാമൂർത്തിയായി എല്ലാം സഫലമാക്കൂ. ഡബിൾ ലൈറ്റ് ആകണമെങ്കിൽ എല്ലാം സഫലമാക്കൂ. സംസ്കാരവും സഫലമാക്കൂ. നിങ്ങളുടെ യഥാർത്ഥമായ ആദി സംസ്കാരം, ദേവതാ സംസ്കാരം, ആത്മാവിന്റെ അനാദി സംസ്കാരത്തെ എമർജ് ചെയ്യൂ. തെറ്റായ സംസ്കാരങ്ങളെ സംസ്കരിക്കൂ. ആദി അനാദിയായ സംസ്കാരം എമർജാക്കൂ. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പരാതിയാണ് ബാക്കിയുള്ളത്: സംസ്കാരം മാറുന്നില്ല, സംസ്കാരം മാറുന്നില്ല. എല്ലാവരും പരിശ്രമത്തിൽ നിന്ന് മുക്തമാകുന്നതിന്റെ പ്രതിജ്ഞ ചെയ്തില്ലേ? ബ്രാക്കറ്റിൽ എല്ലാവരും കൈ ഉയർത്തി. ശരി, ഇതിന്റെ ഫോട്ടോ എടുക്കൂ. ഇപ്പോൾ ഒരു നിമിഷം ഹൃദയത്തിൽ നിന്ന് ഈ പ്രതിജ്ഞയ്ക്ക് ദൃഢതയുടെ അടിവരയിടൂ. തന്റെ മനസ്സിൽ ദൃഢമാക്കൂ. ബ്രാക്കറ്റിൽ ഡ്രിൽ. ശരി, നാനാഭാഗത്തുമുള്ള സ്വമാനധാരികളായ കുട്ടികൾക്ക്, സദാ ബാബയുടെ ഹൃദയത്തിലെ സ്നേഹികളും സർവരുടെയും സ്നേഹികളായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സദാ പരിശ്രമത്തിൽ നിന്ന് മുക്തമായി ജീവൻ മുക്തിയുടെ അനുഭവം ചെയ്യുന്ന തീവ്ര പുരുഷാർത്ഥികളായ കുട്ടികൾക്ക്, സദാ പ്രതിജ്ഞയും പ്രതിജ്ഞയുടെ നേട്ടവും എടുക്കുന്ന കുട്ടികൾക്ക്, ബാലൻസ് വെക്കുന്ന ബ്ലിസ്ഫുൾ കുട്ടികൾക്ക്, സദാ ആഹ്ലാദത്തിലിരിക്കുന്ന മറ്റുള്ളവരെയും ആഹ്ലാദിപ്പിക്കുന്ന സംഗമയുഗി ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ അധികാരികളായ കുട്ടികൾക്ക്, ബാബ് ദാദയുടെ സ്നേഹസ്മരണകളും ദിലാരാമന്റെ ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ സ്വീകരിക്കൂ. സ്നേഹസ്മരണകളും നമസ്തേയും. ദാദിമാരോട്, സുഖമല്ലേ? എല്ലാവരും നിങ്ങളെ കണ്ട് സന്തോഷിക്കുന്നു. ബാബയെയും കുട്ടികളും രണ്ടുപേരെയും കണ്ട് സന്തോഷിക്കുന്നു. രണ്ടും സമാനരാണ്. എല്ലാവരുടെയും സിഖിലതയാണ്. അതായത് വളരെ കാലം വേർപിരിഞ്ഞിട്ട് തിരികെ കിട്ടിയവരാണ്. എല്ലാവർക്കും ദാദിമാരോട് പ്രത്യേക സ്നേഹമാണ്, വളരെ സ്നേഹമാണ്. ആരാണോ നിമിത്തമാകുന്നത്, നിമിത്തമാകുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ സ്നേഹവും ഉണ്ടാകും. എല്ലാവരുടെയും സ്നേഹത്തിന്റെയും ആശീർവാദങ്ങളുടെയും ലിഫ്റ്റ് അവരുടെ ജീവിതത്തിൽ കിട്ടുന്നു. നിങ്ങളും നിമിത്തമായി ഇരിക്കുന്നവർക്ക് ലിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. സ്നേഹം അങ്ങനെയുള്ളതാണ്. അത് എന്തിൽ നിന്നും എന്താക്കി തീർക്കുന്നു. ഇന്ന് ലോകത്തിൽ ആരോടെങ്കിലും ചോദിക്കൂ, എന്താണ് വേണ്ടത്? പറയും, സ്നേഹം വേണം, ശാന്തി വേണം. അതും സ്നേഹത്തിൽ കൂടി കിട്ടും. അതിനാൽ സ്നേഹം, ആത്മീയ സ്നേഹമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. വരദാനം: കമ്പൈൻഡ് സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ തെറ്റില്ലാത്തവരാകുന്ന നിരന്തര യോഗിയായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ സ്വയം ബാബയുടെ കൂടെ കമ്പൈൻഡ് ആണെന്ന് അനുഭവം ചെയ്യുന്നത്, അവർക്ക് നിരന്തരം യോഗിയായി ഭവിക്കുന്നതിന്റെ വരദാനം സ്വതവേ ലഭിക്കുന്നു. അവർ എവിടെയിരുന്നാലും മിലനവും മേളയും നടന്നുകൊണ്ടിരിക്കും. അവരെ ആര് എത്ര തെറ്റാക്കാൻ ശ്രമിച്ചാലും തെറ്റുകൾ ഇല്ലാത്തവർ ആയിരിക്കും. അങ്ങനെ ബാബയ്ക്ക് അതീവ പ്രിയപ്പെട്ടവരായ തെറ്റുകളില്ലാത്ത കുട്ടികളാണ് നിരന്തര യോഗി. കാരണം സ്നേഹത്തിന്റെ അടയാളമാണ് സ്വതവേ ഉള്ള ഓർമ്മ. അവരുടെ സങ്കല്പമാകുന്ന നഖം പോലും മായയ്ക്ക് ഇളക്കാൻ കഴിയില്ല. സ്ലോഗൻ: കാരണം കേൾപ്പിക്കുന്നതിനു പകരം അതിന്റെ നിവാരണം ചെയ്യൂ, എങ്കിൽ ആശീർവാദങ്ങൾക്ക് അധികാരിയാകും. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിന്റെ അഭ്യാസം ചെയ്യൂ, അന്തർമുഖി ആകൂ.
അന്തർമുഖിയായി ജ്ഞാന മനനത്തിന്റെ അഭ്യാസത്തിൽ കൂടി അലൗകിക ലഹരിയിൽ സദാ മുഴുകിയിരിക്കൂ. എങ്കിൽ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ തന്നിലേക്ക് ആകർഷിക്കുകയില്ല. മിലിറ്ററി അണ്ടർഗ്രൗണ്ട് പോകുന്നതുപോലെ പുറമേയുള്ള ബോംബുകൾ ഒന്നും ഏൽക്കില്ല. അതുപോലെ നിങ്ങളും അന്തർമുഖിയായി അണ്ടർഗ്രൗണ്ട് ആത്മീയ സ്ഥിതിയിൽ ഇരിക്കുന്നതിന്റെ അഭ്യാസം ചെയ്താൽ ബാഹർമുഖതയുടെ കാര്യങ്ങൾ ശല്യപ്പെടുത്തില്ല. ഓം ശാന്തി.